നമസ്കാരം. ആസ്ട്രോവേദിക് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. ശനി ഒരു രാശിയിൽ 2.5 വർഷക്കാലവും വ്യാഴം 1 വർഷക്കാലവുമാണ് പൊതുവെ സഞ്ചരിക്കാറുള്ളത്. മറ്റു ഗ്രഹങ്ങൾ ചെറിയ ചില കാലയളവിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ശനിയും വ്യാഴവുമാണ് കൂടുതലായി സ്വാധീനം ചെലുത്തുന്നത്. മറ്റു ഗ്രഹങ്ങൾ ചെറിയ ചില കാലയളവിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ശനിയും വ്യാഴവുമാണ് കൂടുതലായി സ്വാധീനം ചെലുത്തുന്നത് എന്ന് പറയാം. ജ്യോതിഷ ശാസ്ത്രത്തിൽ വ്യാഴത്തെ ശുഭകരമായ ഒരു ഗ്രഹമായാണ് കണക്കാക്കുന്നത്. പൊതുവെ ജാതകത്തിൽ വ്യാഴം ശക്തമായ സ്ഥാനത്താണെങ്കിൽ സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാനാകുന്നു എന്നാണ് യോഗം. ഈ വരുന്ന 2024 മെയ് 1 വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുകയാണ്. വ്യാഴത്തിന്റെ ഈ രാശി മാറ്റത്താൽ ചില രാശിയിൽ ജനിച്ചവർക്ക് വളരെ ഗുണവും മറ്റു ചില രാശിയിൽ ജനിച്ചവർക്ക് ദോഷവും വന്നു ചേരുന്നു എന്നാണ് ശാസ്ത്രം. ഇതിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന 3 രാശിയിൽപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. 2024 മെയ് 1 മുതൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നിവ അടങ്ങിയ മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ലാഭസ്ഥാനമായ 11 മൂലത്രികോണ ക്ഷേത്ര ബലവാനായാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വ്യാഴം 2024 മെയ് 1 മുതൽ 2ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ധനസ്ഥാനമായ 2 വ്യാഴവും ലാഭസ്ഥാനം അല്ലെങ്കിൽ സർവാഭീഷ്ട സ്ഥാനമായ 11 ശനിയും സഞ്ചരിക്കുന്നതിനാൽ ഈ കാലഘട്ടം മേടം രാശിക്കാർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുമെന്നതിൽ സംശയം വേണ്ട. സാമ്പത്തിക നേട്ടങ്ങളും സത്കീർത്തിയും എല്ലാം മേടം രാശിക്കാരെ തേടി വരുന്നതാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അതിൽ നല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ പുരോഗതി, സ്ഥാനക്കയറ്റം എന്നിവയാൽ സാമ്പത്തിക വളർച്ച വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതിയും വളർച്ചയും വന്നു ചേരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന ധനവരവെല്ലാം ഈ സമയത്ത് തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങളെ തേടി വരുന്നതാണ്. സന്താനങ്ങളാൽ ഒരുപാട് നേട്ടങ്ങളും സന്തോഷവും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ കഴിവിനാൽ പ്രശംസയും അംഗീകാരവും ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. തന്മൂലം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. അടുത്തതായി മെയ് 1 മുതൽ വ്യാഴമാറ്റത്താൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശി കർക്കിടകം രാശിയാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നിവയടങ്ങിയ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ട സ്ഥാനമായ 11ലേക്കാണ് വ്യാഴം രാശിമാറ്റം നടത്തുന്നത്. 11 വ്യാഴം കർക്കിടകം രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. പ്രവർത്തന മേഖലയിൽ അത് ഏത് മേഖലയിലാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. പൊതുവെ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് മെയ് 1 മുതൽ വരാൻ പോകുന്നത്. പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരുന്നതാണ്. പുതിയ ഗ്രഹം വാങ്ങുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഗ്രഹം പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കോ അനുയോജ്യമായ ഒരു കാലയളവാണ് ഇതെന്ന് പറയാം. സന്താനങ്ങളാൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. കുറെ കാലമായി വിവാഹത്തിന് തടസ്സം നേരിട്ടവർക്കെല്ലാം തടസ്സങ്ങളൊക്കെ നീങ്ങി മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ആലോചനകളും ബന്ധങ്ങളും വന്നു ചേരുവാൻ യോഗം കാണുന്നു. പുതിയതായി ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുയോജ്യമായ ഒരു സമയമാണ് ഇത്. കൂടാതെ നിലവിലെ ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യങ്ങളിൽ ഉയർച്ചയും പരീക്ഷയിൽ ഉന്നത വിജയവും കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, ശത്രുതകൾ തുടങ്ങിയ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഈ മെയ് 1 മുതൽ കർക്കിടകം രാശിക്കാരിൽ നിന്ന് വിട്ടുമാറി സ്വസ്ഥതയും സമാധാനവും വന്നുചേരുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം നല്ലതുപോലെയുള്ള സമയമാണ്. പ്രണയബന്ധങ്ങളിലുള്ള കർക്കിടകം രാശിക്കാർക്ക് അത് വിവാഹത്തിലെത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണിത്. കുറെ കാലമായി സ്വന്തമായൊരു വീട് എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് സ്വന്തമായി ഒരു ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമൊക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അതിൽ പങ്കെടുക്കുവാനുമൊക്കെയുള്ള യോഗം കാണുന്നു. അടുത്തതായി 2024 വ്യാഴമാറ്റത്താൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി കന്നി രാശിയാണ്. ഉത്രം 2ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നിവയടങ്ങിയ കന്നി രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനമായ 9-ൽ വ്യാഴവും ഉപജയസ്ഥാനമായ 6-ൽ ശനിയും സഞ്ചരിക്കുന്നു. ആയതിനാൽ തന്നെ കന്നി രാശിക്കാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. ഈശ്വരാധീനം നല്ലതുപോലെയുള്ളതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന് നടക്കാതെ പോയതായ പല കാര്യങ്ങളും ഈ കാലയളവിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരവും സാഹചര്യവും വന്നു ചേരുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി എന്തെങ്കിലും രോഗാധിഷ്ഠതകൾ അനുഭവിച്ചു വന്നവർക്കെല്ലാം അതിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് കന്നിരാശിക്കാർക്ക് ഈ 2024 മെയ് 1 മുതൽ വന്നു ചേരുന്നത്. ദാമ്പത്യ ജീവിതത്തിലും വളരെ സന്തോഷവും സമാധാനവും ഐക്യവും വന്നു ചേരുന്നതാണ്. ഉപരിപഠനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി വളരെ വേഗം തന്നെ ലഭിക്കുന്നതാണ്. വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തന്റെ കഴിവിനാൽ അംഗീകാരം വന്നു ചേരുന്നതാണ്. ദൂരയാത്രകളൊക്കെ തന്നെ ഫലവത്തായി തീരുന്നതാണ്. ഇവിടെ വിവരിച്ചിരിക്കുന്നത് പൊതുഫലം ആയതിനാൽ തന്നെ നിങ്ങളുടെ വ്യക്തിഗത ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാകാലത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്ത് എന്തെങ്കിലും ദോഷം കാണുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടെ ചെയ്താൽ എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവവേദ്യമാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്.